പണമില്ലാത്തവൻ എന്തായാലും കോടതിയാണല്ലോ, അവസാന വാക്കെന്ന് പറയുന്ന കോടതിയാണ്. അത് ഇപ്പൊ അവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂലെന്നായിരിക്കും, കുറെ കഴിയുമ്പോൾ ഇവൻ ഉപേക്ഷിച്ച് പോകുമെന്നായിരിക്കും അവരുടെ ഉദ്ദേശമായിരുന്നു. അപ്പം എന്റെ അടുത്ത് ഇലക്ഷൻ നിൽക്കുമോ എന്ന് ചോദിച്ചു. ആര്യ രാജേന്ദ്രൻ ഉണ്ടെങ്കിൽ നിൽക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഇപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞതാണ്, എന്റെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി, നമ്മൾ അവിടെ ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞപ്പോ പറയണത് ഞാനും സിംഗിൾ പേരന്റ് ആണ് എന്നു പറഞ്ഞു. അതെന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മേയറിന് വന്നിട്ടില്ല എന്നാണ്. ഇപ്പൊ യതിചേട്ടൻ വീണ്ടും പരാതി കൊടുക്കാം, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുകയാണ് എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം? ഞാന് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രിക്കും നമ്മുടെ നമ്മുടെ സുരേഷ് ഗോപിക്കും കൊടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് പിന്നീട് വിചാരിച്ച് ഗ്യാസ് നോക്കട്ടെന്ന് വിചാരിച്ചു. ഗ്യാസ് നോക്കിയിട്ടും ഗ്യാസിൽ ഒരു അനക്കവും ഇല്ലാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇനി കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അന്നേ കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനുശേഷം വണ്ടി ഓടിക്കുന്ന ജോലി തിരക്കിലായിപ്പോയി. പ്രൈവറ്റ് ബസ് ലീവ് ഓടുന്നോണ്ട് അവര് ഓരോ ദിവസവും വിളിക്കുമ്പോഴത്തേക്ക് പോവാതിരിക്കാൻ പറ്റൂല, നമുക്ക് ജീവിക്കണ്ടേ. അപ്പൊ അതിനെ കരുതി നീട്ടി കൊണ്ടുപോയി അങ്ങനെ നീണ്ടതാണ്. അപ്പൊ അങ്ങനെ നാളെയോ മറ്റന്നാളോ വക്കീലിനെ കണ്ട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം അതിന്റെ തയ്യാറാക്കണമില്ല, എനിക്ക് അറിഞ്ഞുകൂടാ അതിനെ കുറിച്ചൊന്നും. അത് തയ്യാറാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഇപ്പോ ആര്യ രാജേന്ദ്രൻ ഇപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പുള്ള സമയമായിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഒരു നടപടിയിലേക്ക് കടക്കുന്നത് ആര്യ രാജേന്ദ്രനെതിരെയുള്ള ഒരു ഒളിയമ്പ് തന്നെയാണ്. അങ്ങനെയൊന്നുമില്ല. ആര്യ രാജേന്ദ്രന് എതിരായിട്ടുള്ള ഒളിയമ്പെന്ന് വെച്ചാ ഇപ്പൊ ഇല്ലല്ലോ, ഇപ്പൊ നിക്കുന്നില്ലല്ലോ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയെങ്കിലും വിശ്വസിക്കാം. പക്ഷെ അങ്ങനെയല്ല. നിയമസഭയിലേക്ക് മത്സരിക്കുന്നുണ്ടെന്നുള്ളൊരു അപ്പൊ നിയമസഭയിൽ മത്സരിക്കുമ്പോഴല്ലേ കൊടുക്കണ്ടേ? ഇപ്പൊ ഇല്ല. ഇപ്പൊ എന്റെ ആവശ്യം എല്ലാരും തിരിച്ചെടുക്കുന്നുണ്ട്, പഴയ ആൾക്കാരെല്ലാരും തിരിച്ചെടുക്കുന്നുണ്ട്, മാറ്റിവിട്ടവരെ തിരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മറന്നുകൊണ്ട് ഓർമ്മപ്പെടുത്തലാണ്, അതുകൊണ്ടാണ്. അത് തന്നെ, കൊലപാതകം ചെയ്താലും പിന്നെ ഇറങ്ങുന്നുണ്ട്. ഇതില് ജയിലിൽ കിടന്നവര് TP വധക്കേസിലുള്ളവരൊക്കെ വെളിയിലിറങ്ങിയല്ലോ. കൊലപാതകമല്ല, വണ്ടി ആക്സിഡന്റ് അല്ല, വണ്ടി കയറി ഇറങ്ങി ആരും മരിച്ചതല്ല, യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. ശരിക്കും ആര്യ രാജേന്ദ്രൻ മനഃപൂർവ്വം പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആണ്. നിനക്ക് കാണിച്ചു തരാന്നല്ലേ പറഞ്ഞു. അന്ന് പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ, നീ കാണിച്ചു തരാം, നീ കോടതിയിൽ പോയി നീതി നേടണേ, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അന്ന് വെല്ലുവിളിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കും വാശിയായി. എന്ന് വെച്ചാൽ കോടതിയിൽ നീതി കിട്ടുമോ ഇല്ലേ എന്ന് എനിക്ക് അറിയണമല്ലോ, പാവപ്പെട്ടവന് നീതി കിട്ടുമോ ഇല്ലേ എന്നുള്ളത് അറിയണം. അതിനാണ് എല്ലാരും വെയിറ്റ് ചെയ്യുന്നത്. എന്നെ പോലെ കുറെ പാവങ്ങൾ ഇതിൽ വിശ്വസിക്കുന്ന, കോടതിയെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്ന് നീതി കിട്ടണമെന്നാണ് നമ്മുടെ പാവപ്പെട്ടവരെ ഒരു ഇതെന്ന് വെച്ചാല്. പണമില്ലാത്തവൻ എന്തായാലും കോടതിയാണല്ലോ, അവസാന വാക്കെന്ന് പറയുന്ന കോടതിയാണ്. അത് നമുക്ക് നോക്കാം. ഇപ്പൊ കോടതിയിൽ നിന്നും ഇപ്പൊ അന്ന് നേരത്തെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പണം വേണമെന്ന് പറഞ്ഞിട്ട്, പക്ഷെ അതും ഒന്നും ആവാത്ത. പണം വേണമെന്ന് പറഞ്ഞ നോട്ടീസ് കൊടുത്ത ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഇതിന്ന് പണം വാങ്ങിക്കാനല്ല, അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം മൂലമാണ് ഈ അവരെ നേരെ ചൊവ്വയുള്ള അന്വേഷണം പൂർണ്ണമായിട്ട് അന്വേഷിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഇത്രയും മാത്രം പൈസ ചെലവും കാര്യങ്ങളും വന്നത്. അപ്പൊ അവര് തരണമെന്നും പറഞ്ഞുകൊണ്ടും സർക്കാർ തരണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അപ്പൊ അവര് അതിനനുസരിച്ചുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുവിധമൊക്കെ അന്വേഷണം പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പോലും കുറെയൊക്കെ അന്വേഷണമൊക്കെ തൃപ്തികരമായിട്ട് പോകുന്നുണ്ട്, ഇപ്പൊ പോകുന്നുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു, ഒരു അന്വേഷണം ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ അവസ്ഥയിലാണ് ഇപ്പം. ഇലക്ഷനൊക്കെ ആയതുകൊണ്ടായിരിക്കും, തിരക്കിലായിരിക്കും, അതായിരിക്കും. ഇപ്പൊ 1 ലക്ഷം മാത്രമാണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്? 1 ലക്ഷം രൂപയുടെ കോടതിയും കാര്യങ്ങളുമായിട്ട് 1 ലക്ഷം രൂപയുടെ കാര്യങ്ങളൊക്കെ ചെലവുകൾ 1 ലക്ഷത്തിൽ കൂടുതലാവണമെങ്കിലേ ഉള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെലവ് കൂടെ ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതുവരെയും 1 ലക്ഷം 1.5 അടുപ്പിച്ചൊക്കെ ആയി ഏകദേശം. അതിനു മുമ്പ് ആയതല്ല, ഇപ്പൊ ഈ ഇടയ്ക്ക് കേസും കാര്യങ്ങളും ഫയൽ ചെയ്യണതും നോട്ടീസും കാര്യങ്ങളും കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് പൈസ ചിലവുണ്ടായിരുന്നു. ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇപ്പൊ കോടതിയിൽ ഇത്ര കോടി വേണം, ഇത്ര ലക്ഷങ്ങൾ വേണം എന്ന് ചോദിക്കുന്ന സ്ഥലത്ത് വെറും 1 ലക്ഷം രൂപയാണ് ചോദിച്ചത്. നഷ്ടപരിഹാരമല്ല ഞാൻ ചോദിച്ചത്, എനിക്കുള്ള മാനനഷ്ടവും കാര്യങ്ങളും അല്ല ചോദിച്ചു. കേസ് മുന്നോട്ട് പോകാൻ നമ്മൾ നടത്തിയ ഈ ഫൈറ്റില്, അപ്പൊ അതിന്റെ മുന്നോട്ടുള്ള നീക്കത്തിനാണ് ഈ പൈസ, അല്ലാതെ നഷ്ടപരിഹാരമല്ല. എനിക്കുണ്ടായ മാനനഷ്ടത്തിന് വേറെ കേസ് ചാർജ് ചെയ്യും. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള നോട്ടീസിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? മുഖ്യമന്ത്രിയുടെ അടുത്തുള്ള നോട്ടീസ്
വക്കീലുമായിട്ട് ഇരുന്ന് നാളെ ആലോചിച്ച് തയ്യാറാക്കേ ഉള്ളൂ. അതിന് മുമ്പ് എനിക്ക് പറയാൻ പറ്റൂല എന്താണെന്നുള്ളത്. എനിക്ക് ഞാൻ പറയാൻ പോകുന്ന വേറെ ഒന്നുമല്ല, വക്കീലിന്റെ അടുത്തും കൂടെ സംസാരിക്കണം. എനിക്ക് ജോലി തിരിച്ചെടുക്കണം. എന്താണ് കാരണം, ജോലി എന്ന് പറഞ്ഞു വിടാനുള്ള കാരണം അറിയണം. ജോലി തിരിച്ചെടുക്കണം. അതിന് മാത്രമുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വ്യക്തി അറിഞ്ഞുകൂടാതെ മാത്രമല്ല, ഈ മേയറാണെന്ന് അറിഞ്ഞുകൂടാതെ പറഞ്ഞതൊന്നുമല്ല. പൊതുവെ യാതൊരു മനുഷ്യനും പറയും പോലെ പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുമില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിക്കകത്തുള്ള മെമ്മറി കാർഡ് പോയതിന്റെ പേരിലും എല്ലാത്തിലും എനിക്ക് പരാതിയുണ്ട്. നമ്മൾ അഡ്വക്കേറ്റിന്റെ അടുത്ത് സംസാരിച്ച സമയത്തും ഇപ്പൊ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള വിവരങ്ങളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി. അപ്പൊ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മേയർ പകപോക്കൽ തന്നെയല്ലേ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത്രയും വർഷങ്ങളായിട്ട് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയല്ലേ ചെയ്തു? ഇനി ഇതേപോലെ കിടന്ന് കാണിക്കരുതെന്നായിരിക്കും. അത് ഇപ്പൊ അവരെ കൂടെ ഫൈറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂലെന്നായിരിക്കും. കുറെ കഴിയുമ്പോ ഇവ ഉപേക്ഷിച്ച് പോകുമെന്നായിരിക്കും അവരുടെ ഉദ്ദേശമായിരുന്നു. സാധാരണക്കാരുടെ അടുത്ത് നെഞ്ഞത്തടിച്ചു കഴിഞ്ഞാലും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാണിക്കുവാണോ ചെയ്യുന്നത്? അത് അധികാരവർഗത്തിലുള്ള ആൾക്കാർക്ക് അത് സാധിക്കുമെന്ന് കാണിക്കുന്നതാണ്. എന്നുവെച്ചാൽ അധികാരമുണ്ടെങ്കിൽ എന്തും ചെയ്യാന്നുള്ള ഒരു തോന്നിവാസം ലൈസൻസ് ആയിട്ടാണ്. അതായത് ഇലക്ഷൻ ആയാലും നമ്മളിപ്പോ നമ്മുടെ ഓരോ വോട്ടുകൾ വാങ്ങിച്ച്, അതായത് ദാസൻ എന്ന് വേണം പറയാണ്ട്, ഈ മന്ത്രിമാരായാലും ഏത് ഒരു ആൾക്കാരായാലും ജനങ്ങളെ സേവിക്കാനുള്ള ആൾക്കാരാണ്. ജനങ്ങളെ ദ്രോഹിക്കാനല്ല. എന്നെ ഈ ദ്രോഹിച്ച പോലെ ഇനി അടുത്തത് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാകുമ്പോൾ ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കടുംപിടുത്തം. സർക്കാർ എന്ന് പറയുന്ന ജനങ്ങളുടെ ഈ നികുതി പണം കൊണ്ടല്ലേ സർക്കാരായാലും ഏതൊരു കാര്യമായാലും മുന്നോട്ട് പോകുന്നത്. ഞാൻ ഉൾപ്പെടെ 1 രൂപ കൊടുത്ത് മുട്ടായി വാങ്ങിക്കും പോലും നികുതി കൊടുത്താണ് വാങ്ങുന്നത്. അത് ജനങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പം എന്റെ അടുത്ത് ഇലക്ഷൻ നിൽക്കുമോ എന്ന് ചോദിച്ചാൽ, ആര്യ രാജേന്ദ്രൻ ഉണ്ടെങ്കിൽ നിൽക്കുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ പല കമന്റിലും നോക്കുന്നുണ്ട്, നിങ്ങളുടെ ഹീറോ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഓരോ കമന്റില്. ഞാൻ ആലോചിക്കുന്ന യുവമാർക്കൊക്കെ ഇതുവരെയ്ക്കും നേരം വെളുത്തില്ലല്ലോ എന്നാണ്. അല്ല, അവന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറയണ്ട, വായി വെച്ചോണ്ട് മര്യാദയ്ക്കിരിക്കുക. കമന്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഇതിനും മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. നിന്നെ ബാക്കിൽ ഇത്രയും കാലം ഇത് ചാനലുകാരുണ്ടായിരുന്നു, ഇപ്പൊ ഇവിടെ ഓരോ ചാനലുകാരന്മാര് ഇപ്പൊ ഇലക്ഷൻ നടക്കണോണ്ട് അവരെ പിന്നാലെ അല്ലേ. നിന്നെ ഇപ്പൊ ആർക്ക് മൈൻഡ് ചെയ്യുന്നു? നിനക്ക് പട്ടിക്ക് വിലയെ പോലും ഇല്ലല്ലോ. ഞാൻ ഒന്നും മിണ്ടാ പോവില്ല. ഇതൊക്കെ വായിച്ച് സ്ക്രോൾ ചെയ്ത് വായിക്കും. അല്ലാതെ പിന്നെ വേറെ ഒന്നും നമുക്ക് നിർവാഹമില്ല. എന്ന് വെച്ചാൽ കോടതി പോലീസ് അന്വേഷണത്തിന്റെ ഇതിലേ കോടതി വിലക്കെടുക്കുള്ളൂ. ഇപ്പൊ എനിക്കൊരു അന്വേഷണം കണ്ടെത്തി, എനിക്ക് വേണമെങ്കിൽ ഇതിന്റെ ബാക്കിൽ നിന്ന് നടന്ന് ഓരോന്ന് കണ്ടെത്തി CCTV ഫൂട്ടേജ്, ഇവിടെ നിന്ന് പട്ടം മുതലുള്ള CCTV ഫൂട്ടേജ് എടുക്കണമെങ്കിൽ വിവരാവകാശം വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ എടുത്തേനെ. പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ പട്ടം തൊട്ട് പാളയം വരെയുള്ള ഈ ക്യാമറകൾ വർക്കിംഗ് ആണല്ലോ. ആ വർക്കിംഗ് ആയ ക്യാമറ എടുത്ത് നോക്കാത്തത്, ക്യാമറ എടുത്ത് ചാനലുകളിലൊക്കെ വെളിയിൽ വിടാത്തത്. അപ്പൊ അവിടെ നിന്ന് എന്തായാലും ഡ്രൈവർ സീറ്റിന്റെ സൈഡ് വലത് സൈഡാണ്. അപ്പൊ ഇവർക്ക് ആ ക്യാമറയിൽ കിട്ടും. അങ്ങനെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല? എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നെങ്കിൽ കിട്ടിയേനെ. അതില്ല. അത് ജനങ്ങള് ഇത് ഒരു കൂട്ടം ആൾക്കാർ, ഇതിന്റെ പാർട്ടിയുടെ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഇതിന് എതിരായിട്ട് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ബോധം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ന്യായം എന്ന് പറയാനുള്ള ചങ്കുറപ്പ് വേണം, അല്ലെങ്കിൽ ന്യായം അവന്റെ ഭാഗത്താണെന്നുള്ള പറയാനുള്ള ചങ്കുറ്റം. ഇത് എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് അവരിനി ഇപ്പൊ ഒരു ഉറുമ്പിനെ കാണിച്ചിട്ട് ആനയാണെന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ സ്ഥാനാർത്ഥിത്തിന്റെ കാര്യം പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു? സ്ഥാനാർത്ഥിയായി നിൽക്കുന്നു എന്നുള്ള പ്രചരണമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാന് അങ്ങനെ പറഞ്ഞു, മേയർ നിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ മേയർ നിക്കുന്നില്ല. അപ്പൊ മേയർ പേടിച്ചോടിയതാണെന്ന് തോന്നുന്നുണ്ടോ? കാരണം നേരത്തെ നിൽക്കും എന്നുള്ള ഒരു ഓടണല്ല. ഇപ്പൊ ശിവൻകുട്ടി സാർ പറഞ്ഞ പോലെ 10ാം ക്ലാസ്സിൽ നിന്ന് 7ാം ക്ലാസ്സിലോട്ട് മാറ്റൂലല്ലോ. ഇപ്പൊ മേയർ ആയിരുന്ന ഒരു വ്യക്തി, അത് സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. മേയറായിട്ടിരുന്ന ഒരാള് മേളിലോട്ടല്ലേ പോകാൻ നോക്കുള്ളൂ. പിന്നെ ഈ മേയറായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടി MLA പദവിയാണ്. അടുത്ത MLAക്ക് വേണ്ടിട്ട് നിൽക്കുമായിരിക്കും. ഡെപ്യൂട്ടി മേയറായിട്ട് മാറ്റുന്നു, കോഴിക്കോടിലേക്ക് തട്ടുകയാണെന്നൊക്കെ ഡെപ്യൂട്ടി മേയറായിട്ട് മാറ്റുമെന്ന് അത് എനിക്ക് അറിഞ്ഞു. അത് പാർട്ടിക്കാരല്ലേ തീരുമാനിക്കട്ടെ. ഡെപ്യൂട്ടി മേയറായിട്ട് മാറ്റും. അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് മേയറിനെ തട്ടി എന്ന് പറഞ്ഞ വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് ഇപ്പൊ ഹസ്ബൻഡ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാണ്, എന്റെ ഹസ്ബൻഡ് അവിടെയാണ് ജോലി, നമ്മൾ അവിടെ ഇവിടെ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സിംഗിൾ പേരന്റ് ആണെന്ന് പറഞ്ഞപ്പോ പറയണ, ഞാനും സിംഗിൾ പേരന്റ് ആണ്,
എന്നു പറഞ്ഞു. അതെന്ന് വെച്ച് ഞാൻ സിംഗിൾ പാരന്റ് ആണെന്ന് പറഞ്ഞത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി മേയറിന് വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. സിംഗിൾ പാരന്റ് ഒരു തള്ള ഇല്ലാതെ അല്ലെങ്കിൽ തന്റേനില്ലാതെ ഒരു കുട്ടിയാണോ പെണ്ണോ ആവട്ടെ വളർത്തുന്നതാണ് സിംഗിൾ പാരന്റ്. ഇത് അവിടെ കോഴിക്കോട് നിൽക്കുന്ന ചേട്ടായി അവിടെയാണെന്നും പറഞ്ഞുകൊണ്ട് ചേച്ചി ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് സിംഗിൾ പാരന്റ് എങ്ങനെയാവുന്നത്? അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്യാം. ഇതിപ്പോ സിംഗിൾ പാരന്റ് അമ്മയില്ലാത്ത കുട്ടിയെ വളർത്തുന്നു അല്ലെങ്കിൽ അച്ഛൻ ഇല്ലാത്ത കുട്ടിയെ വളർത്തുന്നു, അതാണ് സിംഗിൾ പാരന്റ്. അപ്പൊ അത് പോലും അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ ഉള്ളിലുണ്ട് ചിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അത് തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോ അത് വേറെ ഒരു കേസാവും. പിന്നെ അതുകൊണ്ട് ഞാൻ എന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഞാനും അങ്ങനെയാണ് കുട്ടിയെ വളർത്തുന്നതും അങ്ങനെയാണ്. ഞാൻ എന്റെ സങ്കടം പറഞ്ഞപ്പോ അവർക്ക് അതിലൊരു വാശിയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെയാണ് എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവരെ കടുംപിടുത്തത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് ഫോൺ വിളിച്ച് പറഞ്ഞ റെക്കോർഡ് എല്ലാ ചാനലിൽ വന്നേ. എന്നിട്ട് പോലും ആ സംസാരത്തിൽ പോലും ഇവരെ ധാർഷ്ട്യം ഭയങ്കരമായിട്ട് മേയറാണെന്നുള്ള ധാർഷ്ട്യം അത് മാറിക്കിട്ടും. ജനങ്ങൾ മാറ്റാതെ ഒന്നും പോകൂല. ജനങ്ങളുടെ കയ്യിലാണ് എല്ലാം.